നിളയിലേക്കുള്ള പ്രണയപ്രവാഹം. അന്ന് ആദ്യമായി നിന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ നീ ഒരു അപരിചിതമായിരുന്നില്ല. എപ്പോഴും എൻ്റെ ഉള്ളിലുള്ള ഒരു പ്രണയിനിയുടെ മുഖമായിരുന്നു. കോളേജിലെ ആദ്യ ദിവസം തന്നെ നിന്നെ റാഗിങ്ങിനായി വന്നപ്പോൾ ഭയന്ന് വിറച്ച് കണ്ണിൽ വെള്ളം നിറച്ച് ഒരു പൂച്ചക്കുട്ടിയെ പോലെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ നീ ഇടിച്ചു കയറിയത് എൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു. ആരോടും അധികം സംസാരിക്കാത്ത, നന്നായി പാട്ട് പാടുന്ന, നന്നായി പഠിക്കുന്ന നീ ഓരോ ദിവസവും എൻ്റെ ഹൃദയത്തിലേക്ക് വേരൂന്നിക്കൊണ്ടിരുന്നു. പേരറിയാത്ത നാടറിയാത്ത നിന്നെ പരിചയപ്പെടാനായി ഞാനന്ന് വന്നപ്പോൾ പേര് പോലും പറയാൻ ഭയന്ന നിന്ന് നീ എന്നോട് നിന്റെ പേര് നീള എന്ന് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്റെ പേര് ഹൃദയത്തിൽ കൂടി കോറിയിടുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നിന്നോട് പതിയെ എൻ്റെ പ്രണയം പറഞ്ഞപ്പോൾ നീ എന്നിൽ നിന്ന് ഓടിയാകുന്നത് എന്തിനായിരുന്നു എന്ന ചിന്തയാണ് പിന്നീട് നിന്നെക്കുറിച്ച് എല്ലാം ഞാൻ അന്വേഷിച്ചത്. നീള, എൻ്റെ പേര് മഹേഷ് എന്നാണ്. എല്ലാവരും എന്നെ മഹി എന്ന് വിളിക്കും. ഇപ്പോൾ ഫൈനൽ PG സ്റ്റുഡൻ്റാണ്. നീ ഡിഗ്രിക്ക് ചേരാൻ വന്ന ആ ദിവസം മുതൽ നീ എൻ്റെ ഹൃദയത്തിൽ കൂടുകൂട്ടിയിരിക്കുകയാണ്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത്രയും വേഗം നീ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളായത് എന്ന്. വേണ്ട വേണ്ട മഹി, ഈ ഇഷ്ടം എന്നോട് വേണ്ട. കാരണം വീട്ടുകാർ എനിക്കൊരു വിവാഹം ചെറുപ്പം മുതലേ ഉറപ്പിച്ചു വച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പച്ചിയുടെ മകനാണ് സന്ദീപ്. അവനാണ് എന്നെ വിവാഹം കഴിക്കാൻ ഉറപ്പിച്ചിരിക്കുന്നത്. പക്ഷേ സന്ദീപിനോട് നിനക്ക് ഒട്ടും ഇഷ്ടമില്ലെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. പിന്നെന്താ എന്നെ പ്രണയിച്ച കുഴപ്പം? തൻ്റെ വീട്ടുകാർക്ക് അവനെക്കുറിച്ച് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് അവന് വേണ്ടി കല്യാണം ഉറപ്പിച്ചിട്ടിരിക്കുന്നത്. സാരമില്ല, വേണ്ട രീതിയിൽ അവനെക്കുറിച്ച് നിന്റെ വീട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് നിന്നെ നേടാൻ എനിക്കറിയാം. അതോർത്ത് എന്നെ നിളക്കുട്ടി വിഷമിക്കണ്ട കേട്ടോ. എനിക്കറിയേണ്ടത് തൻ്റെ മാത്രം തീരുമാനമാണ്. പറ, തനിക്കെന്നെ ഇഷ്ടമാണോ? എനിക്കറിയില്ല, എനിക്ക് ആരെയും ഇഷ്ടപ്പെടണ്ട എന്ന് പറഞ്ഞ് അവൾ ഓടി അകലാൻ തുനിഞ്ഞതും മഹി അവളുടെ കൈ പിടിച്ചു. എന്തിൽ നിന്നാണ് നീ ഓടി ഒളിക്കുന്നത്? ആരിൽ നിന്നാണ് നീ ഓടി ഒളിക്കുന്നത്? നീ എൻ്റെയാണ് നീള, മഹിയുടെ മാത്രം നീള എന്ന് പറഞ്ഞ് മഹി അവളിൽ നിന്ന് നടന്നകന്നു. എല്ലാം കണ്ട് ഭയന്ന നിളയ്ക്ക് പിന്നെ ക്ലാസ്സിലിരിക്കാനൊന്നും തോന്നിയതേയില്ല. അവൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ കണ്ടു അവളെ കാത്തിരിക്കുന്ന സന്ദീപ്. അവനെ കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ പോകുന്ന നിളയെ കണ്ടതും സന്ദീപ് ചോദിച്ചു, എന്തൊക്കെയുണ്ട് നിള വിശേഷം? കോളേജെല്ലാം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി അവൾ പതിയെ മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്നതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ബാഗ് എടുത്തു വെച്ച് ചുരിദാറിൻ്റെ ഷോൾ മാറ്റി പതിയെ ബെഡിൽ കിടന്നു. പതിയെ കണ്ണുകൾ അടച്ചു. അപ്പോഴാണ് പെട്ടെന്ന് അരികിൽ നിന്നൊരാൾ പെരുമാറ്റം അറിഞ്ഞത്. ഉടനെ ചാടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാനാഞ്ഞതും ശക്തിയോടെ അവളെ ബെഡിലേക്ക് തന്നെ സന്ദീപ് വലിച്ചിട്ടു. സന്ദീപേട്ട പ്ലീസ്, എന്നെ വീട് സന്ദീപേട്ട പ്ലീസ്. നീള അവൻ്റെ കൈ പിടിച്ചെറിഞ്ഞ് ഓടി എഴുന്നേറ്റു. നീ എത്ര തവണ നീ എൻ്റെ കയ്യിൽ നിന്ന് ഓടിയകലും? അവസാനം നീ എൻ്റെ കയ്യിൽ തന്നെ വന്ന് പേടും. നിന്റെ അച്ഛൻ്റെയും ചേട്ടന്മാരുടെയും അമ്മയുടെയും എല്ലാം മുന്നിൽ മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിലും വരെ ഞാൻ നല്ലവനായ ഉണ്ണിയാണ്. നിന്റെ അച്ഛനും ആങ്ങളമാരൊന്നും എന്നെ ശ്രദ്ധിക്കാറേയില്ല, അല്ലെങ്കിൽ എന്നെക്കുറിച്ചൊന്നും അറിയാറേയില്ല. അവർക്കാണെങ്കിൽ 24 മണിക്കൂറും ബിസിനസിന്റെ പുറകെ തിരക്ക് പിടിച്ച് അലയലല്ലേ പണി. അതിനിടയിൽ അവർക്കൊന്നും എന്നെക്കുറിച്ച് അന്വേഷിക്കാനോ ഒന്നും സമയമില്ല. അതുകൊണ്ട് നിനക്കൊരിക്കലും എന്നിൽ നിന്ന് അകലാൻ കഴിയില്ല കേട്ടോ. ഒരുപാട് സ്ത്രീകളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ നീള. പക്ഷെ നിന്റെ സൗന്ദര്യം അതെന്നെ വല്ലാതെ മത്തുപിടിപ്പിക്കുകയാണ് നീള. സന്ദീപിൻ്റെ മുഖത്തെ ആ ഭാവം അവൻ്റെ സൗന്ദര്യത്തെ പോലും അവൻ്റെ ക്രൂരതയ്ക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു. ക്രൂരമായി അവൻ ഇതെല്ലാം പറയുമ്പോൾ അവൻ്റെ വെളുത്ത മുഖം ചുവന്നു തുടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ കണ്ണിലെ ചുവന്ന വരകൾ അവളെ വല്ലാതെ ഭയപ്പെടുത്തി. അവൾ മുറിയിൽ നിന്ന് കുതറി ഓടി. അന്ന് സന്ദീപ് വന്നതിന് ശേഷം പിന്നെ കുറച്ചു നാൾ അവൻ വന്നതേയില്ല.
കാരണം അവൻ ബിസിനസ് കാര്യവുമായി ബന്ധപ്പെട്ട് UK പോയിരുന്നു. അങ്ങനെ മാസങ്ങൾ ഒരുപാട് കടന്നുപോയി. അതിനിടയിൽ ഇടയ്ക്ക് മഹിയുമായി ഇടയ്ക്കിടയ്ക്ക് കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മഹി അവളുടെ നല്ലൊരു ഫ്രണ്ടായി മാറി. മഹി ഫ്രണ്ടാണെങ്കിലും നിളയ്ക്ക് അവൻ ഒരു ഫ്രണ്ടിനപ്പുറം ആരാണെന്നും എന്താണെന്നും തൻ്റെ പ്രണയമാണെന്നും ഒന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ PG കഴിഞ്ഞു. മഹി അവൻ്റെ ബിസിനസ്സുമായി തിരക്കിലായി. ഇടയ്ക്ക് നിളയെ വിളിക്കാനും മറക്കാറില്ല. മഹി കോളേജിൽ നിന്ന് പോയതിനു ശേഷമാണ് നിളയ്ക്ക് അവളുടെ ലൈഫിൽ മഹി ആരാണെന്ന് മനസ്സിലായത്. ദിവസങ്ങളുടെ വിരഹത്തിന് ശേഷം മഹി ഒരു ദിവസം കോളേജിൽ നിളയെ കാണാനായി വന്നു. അവനെ കണ്ടതോടെ അവൾ സ്വയം മറന്ന് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഒരു പുഞ്ചിരിയോടെ മഹി അവളെ ചേർത്ത് പിടിച്ച് തലയിൽ തഴുകിക്കൊണ്ടിരുന്നു. അവളുടെ കരച്ചിലെല്ലാം കഴിയവേ അവൻ പതിയെ അവളുടെ മുഖമുയർത്തി. അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ അവനിൽ നിന്ന് അടർന്നു മാറാൻ ഒരുങ്ങവേ അവൻ അവളെ ചേർത്ത് പിടിച്ചു. താൻ പറഞ്ഞതുപോലെ ഞാൻ തൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമല്ല, തൻ്റെ പ്രണയം കൂടിയാണെന്ന് അത് താൻ തിരിച്ചറിഞ്ഞത് ഇത്ര നാളും എന്നെ കാണാതായപ്പോഴാണെന്ന് മാത്രം. നമ്മുടെ ബന്ധം അല്ലെങ്കിൽ നമ്മുടെ പ്രണയം അത് ദൈവം ചേർത്ത് വെച്ചതാണ് നിള. പക്ഷേ മഹി, ഒരിക്കലും നമ്മുടെ ബന്ധം ആരും അംഗീകരിക്കില്ല. എനിക്ക് പേടിയാവുന്നു മഹി. സന്ദീപ് നാട്ടിൽ വന്നാൽ ഞാനുമായിട്ടുള്ള കല്യാണം എത്രയും പെട്ടെന്ന് നടത്താൻ ധൃതിപ്പെടുകയാണ്. വീട്ടിൽ ചേട്ടന്മാരും അച്ഛനും അല്ല. നിള, താനൊട്ടും ഭയക്കേണ്ടടോ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും വരാത്ത വിധം സന്ദീപിനെ ഞാൻ ഒഴിവാക്കിയിരിക്കും. നിള, ഇത് മഹിയുടെ വാക്കാണ്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം, മോളെ നിള. ഈശ്വര, അച്ഛൻ വിളിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഫ്രണ്ടും ഫാമിലിയും വന്നിരിക്കുക. പെണ്ണാണുക എന്ന ലക്ഷ്യം കൂടി അതിന് പിന്നിലുണ്ട്. എൻ്റെ മഹിയെക്കുറിച്ച് അച്ഛനോട് പറയാനും എനിക്ക് പറ്റിയില്ല. ഈശ്വര, എനിക്ക് ഒന്നിനും കഴിയുന്നില്ലല്ലോ. പെട്ടെന്നാണ് ഏട്ടന്മാർ മൂന്നും വരുന്നത്. ഞങ്ങളുടെ മോള് റെഡിയായില്ലേ? സാരി എടുത്തപ്പോൾ ഞങ്ങളുടെ കുട്ടി വലുതായല്ലോ, സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചേട്ടന്മാർ മൂന്നുപേരും അവളെ ചേർത്ത് പിടിച്ചു. അവർ അവളുമായി താഴേക്ക് നടന്നു. എല്ലാവർക്കും മുന്നിലും അവളെ പരിചയപ്പെടുത്തി. ദേ, ഇതാണ് ഞങ്ങളുടെ മാലാഖ, ഞങ്ങളുടെ അനിയത്തി നീള. പക്ഷേ അവൾ ആരെയും തലയുയർത്തി നോക്കിയില്ല. അവൾ താഴേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് മഹിയുടെ അച്ഛനും അമ്മയും സംസാരിക്കാൻ തുടങ്ങിയത്. നിങ്ങൾക്കറിയാലോ, ഞങ്ങൾക്ക് ഈ മകൻ മാത്രമേ ഉള്ളൂ. അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്നത് ഞങ്ങളുടെ മരുമകളല്ല, മകൾ തന്നെയാകും. എപ്പോഴും ഞങ്ങളുടെ മോൻ പറയാറുണ്ട് അവന് ചേട്ടന്മാരെ വേണമെന്ന്. ഇപ്പോൾ അതും ആയല്ലോ, അല്ലേടാ മഹി? ദേ, 3 ചേട്ടന്മാരാണ്. ഇതെല്ലാം കേട്ട് നീള ഒന്ന് മുഖമുയർത്തി ആരെയും നോക്ക് പോലും ചെയ്യാതെ ദേഷ്യത്തോടെ അവിടെ നിന്ന് മുറിയിലേക്ക് ഓടിപ്പോയി. അത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പതിയൊന്ന് പുഞ്ചിരിച്ചു. നീ പോയി സംസാരിച്ചു വാ, എന്നിട്ട് വേണം നമുക്ക് വിവാഹം എല്ലാം തീരുമാനിക്കാൻ. ഒന്നും അവളോട് ചോദിച്ചിട്ടില്ലല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അവൾ മഹിയാണ് വന്നത് വരെ അവൾ അറിഞ്ഞിട്ടില്ല. വേഗം ചെല്ല്, എന്നിട്ട് വേണം നമുക്ക് നിശ്ചയവും വിവാഹവും എല്ലാം തീരുമാനിക്കാൻ. എല്ലാം വേഗം തീരുമാനിക്കണ്ടേ? ചെല്ല്. മുറിയിലേക്ക് എത്തിയത് നീള ബാൽക്കണിയിലേക്ക് പോയി അവിടെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സങ്കടം കൊണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. മഹിയാണ് വന്നതെന്ന് പോലും അറിയാതെ മഹിയെ ഓർത്തുകൊണ്ടാണ് അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയത്. അപ്പോഴാണ് പിന്നിൽ നിന്നൊരു മുരടനക്കം കേട്ടത്. അവൾ പക്ഷേ അയാളെ ശ്രദ്ധിച്ചില്ല, തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ തന്നെ വിദൂരതയിലേക്ക് നോക്കി നിന്നു, മനസ്സിൽ മഹിയെ നിറച്ചുകൊണ്ട്. എന്നെ ഒന്ന് നോക്കിയില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും എനിക്ക് ഇഷ്ടമായി കേട്ടോ. തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഇനി തനിക്കെന്നെ ഇഷ്ടമായോ ഒന്ന് തിരിഞ്ഞു നോക്കടോ. മഹിയുടെ ശബ്ദം കേട്ടത്, മഹിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ നീള അമ്പരപ്പോടെ നിന്നു. ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാതെ അവൾ സ്തംഭിച്ചു നിന്നുപോയി. പെട്ടെന്ന് മഹി താനാണോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി. കൈകെട്ടി ചുമരിൽ ചാരി നിൽക്കുന്ന മഹിയെ കണ്ടതും
അവൾ സന്തോഷത്തോടെ ഓടിച്ചെന്ന് മഹിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മഹി അവളെ തലയിൽ കൂടി തഴുകി പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ നിള, നിന്റെ വീട്ടുകാരുടെ സമ്മതത്തോടെ തന്നെ സ്വന്താക്കുമെന്ന്. ഇതൊക്കെ എപ്പോഴാ മഹി ഉണ്ടായത്? എനിക്കൊട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സന്ദീപ് അവനെ എങ്ങനെയാണ് അച്ഛനും ചേട്ടനും ഒഴിവാക്കിയത്? അവൻ അങ്ങനെയൊന്നും ഒഴിവാക്കാൻ സാധ്യതയില്ലല്ലോ. എങ്ങനെയാ? അതോ നമ്മളെ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചതാണോ? സന്ദീപിനെ മറന്നതാണോ? അവനെ ഒഴിവാക്കിയതാണോ? ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലോ നിള. എല്ലാം ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ അവൻ പല ദിവസങ്ങളിലും റോയൽ ബ്ലൂ ഹോട്ടലിൽ റൂം എടുത്ത് സ്ഥിരം കസ്റ്റമേഴ്സുമായി സന്തോഷം പങ്കിടാറുണ്ട്. അതും ശരീരം കൊണ്ട്. അത് ഞാനങ്ങനെ നിന്റെ ചേട്ടന്മാരെയും അച്ഛനെയും കാണിച്ചു കൊടുത്തു. വിത്ത് പോലീസ്. സംഭവം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെയാണ്. അനാശാസിയായിരുന്നെങ്കിലും സംഭവ സ്ഥലത്തേക്ക് പോലീസ് വന്നതും അങ്ങ് കളറായിപ്പോയി. മയക്കുമരുന്നിന് കൂടി അടിമയായിരുന്നു അവൻ. മാത്രമല്ല, ഒരുപാട് സ്കൂൾ കുട്ടികൾക്ക് മയക്കുമരുന്ന് ഐസ്ക്രീമിലൂടെയും മിഠായിലൂടെയും കൊടുത്ത് പലതരം മോശമായ പ്രവർത്തനങ്ങളിലേക്ക് ആ കുട്ടികളെ ഉപയോഗിക്കുമായിരുന്നു. അത്തരം പല കാര്യങ്ങൾ അതോടെ തെളിഞ്ഞു. പിന്നെ 2 ദിവസം മുന്നേ തൻ്റെ അച്ഛനെ ഏട്ടന്മാരെയും ഞാൻ വന്ന് കണ്ടിരുന്നു. തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു. എൻ്റെ ഇഷ്ടം മാത്രമല്ല കേട്ടോ, തനിക്ക് എന്നോടുള്ള ഇഷ്ടവും പറഞ്ഞിരുന്നു. മാത്രമല്ല, സന്ദീപ് തന്നോട് ഇത്രകാലം പെരുമാറിയിരുന്നതും പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ അവരെല്ലാം കൂടെ ഉണ്ടായിട്ടും തനിക്ക് ഇത്രയെല്ലാം അനുഭവിക്കേണ്ടി വന്നില്ലേ എന്ന് ചിന്തിച്ച് അവർക്കെല്ലാം ഒത്തിരി സങ്കടമായി കേട്ടോ. തന്നോട് പറയാതെ തനിക്കൊരു സർപ്രൈസ് തരാനായിരുന്നു തൻ്റെ ഏട്ടന്മാർ ഇതെല്ലാം മൂടി വെച്ചത്. ഓഹോ, അപ്പോൾ അളിയന്മാരെല്ലാം കൂട്ടായി അല്ലേ? ഞാൻ പുറത്ത്. എന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും. ഞാൻ മിണ്ടൂല. അവൾ കപട ദേഷ്യം കാണിച്ച് തിരിഞ്ഞു നിന്നു. അപ്പോഴാണ് ഏട്ടന്മാർ വരുന്നത്. നിളക്കുട്ട, ഞങ്ങളുടെ മോള് ഞങ്ങളുടെ അളിയനോട് പിണങ്ങല്ലേ കേട്ടോ. ഞങ്ങളുടെ മഹി അളിയൻ പാവല്ലേ, അവനെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ. ഓ, നിങ്ങൾ അളിയന്മാരെല്ലാം ഒന്നായി. അപ്പം ഞാൻ പുറത്തല്ലേ? നിങ്ങളെല്ലാം ഒന്നായി. നോക്കിക്കോ, നിങ്ങൾ ഏട്ടന്മാരെല്ലാം വിവാഹം കഴിക്കുമ്പോൾ ഏട്ടത്തിമാർ വരില്ലേ? അപ്പം ഞങ്ങൾ ഇതിനെല്ലാം പകരം വിട്ടു കേട്ടോ. ഏട്ടന്മാരുടെ മോള് പിണങ്ങിയോ? ഏട്ടന്മാരെല്ലാം ചേർന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ കൈ മഹിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഞങ്ങളുടെ മോള് ഒത്തിരി വേദനിച്ചതാ. ഇനി ഇവളെ മഹിക്ക് തരിക കേട്ടോ. ഇനി ഒരു വേദന അവൾക്ക് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ ഞങ്ങളുടെ മോളുടെ സങ്കടം അതറിഞ്ഞ് ചേർത്ത് പിടിച്ച് ആ സങ്കടം ഇല്ലാതാക്കിയവനാ നീ. അവളെന്നും നിന്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്ന ഞങ്ങൾക്ക് ഉറപ്പാ. അങ്ങനെ മഹിയുടെ കയ്യിൽ അവളുടെ കൈ ഏൽപ്പിച്ചു. സന്തോഷം കൊണ്ട് ഏട്ടന്മാരുടെ കണ്ണ് നിറഞ്ഞത് അവൾ നോക്കി നിന്നു. വർഷങ്ങൾക്ക് ശേഷം, മഹി എവിടെയാ മഹി? നമ്മുടെ മരുമക്കൾ വരാറായി കേട്ടോ. വേഗം വാ മഹി. എവിടാ നമ്മുടെ മക്കൾ? അവരെയും കൊണ്ട് വാ. എന്നാലും 4 ആളും എവിടെയാ? എന്താ ഇവിടെ രഹസ്യം പറയുന്നേ? ഭാര്യമാര് കാറിലിറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മക്കളെയും കൂട്ടി എവിടേക്കാ പോയേ? വേഗം വാ, നമ്മുടെ മരുമക്കൾ ഇപ്പൊ വരും. അവർക്ക് ദീപം കൊടുത്ത് വലതുകാലം വെച്ച് കയറ്റേണ്ടതാ. ആദിത്യ, വേഗം വാ. എവിടെയാ നിങ്ങള്? അമ്മയ്ക്ക് അങ്ങനെ വിളിച്ചാ മതി. ഈശ്വര, ഇവിടുത്തെ കുപ്പി വല്ലതും അവർ കണ്ടാലേ പ്രശ്നവും. അവളുമാരുടെ അടുത്ത് സന്ധ്യൊന്നും നടക്കില്ല മക്കളെ. അവളുമാരെ അമ്മയ്ക്ക് അറിയാത്തതാ. അവരെ അമ്മയുടെ അടുത്തേ പൂച്ചക്കുട്ടികളാ, നമ്മുടെ അടുത്ത് പുലിക്കുട്ടികളും. അങ്ങനെയാണെന്ന് നമ്മുടെ അമ്മയുണ്ട് അറിയുന്നു അല്ലേ അച്ഛ? മഹി പുഞ്ചിരിച്ചു. ഹോ, ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത്. ഞാൻ ഭാര്യയെ പേടിച്ച് കുടിക്കുന്നില്ല എന്ന് കളിയാക്കി നിങ്ങൾക്കിപ്പോൾ കിട്ടിയല്ലോ. സന്തോഷമായി മക്കളെ, അച്ഛന് സന്തോഷമായി.
നിളയ്ക്കും മഹിക്കും ഒറ്റ പ്രസവത്തിൽ തന്നെ 3 ആൺകുഞ്ഞുങ്ങളെ നൽകി ദൈവം അനുഗ്രഹിച്ചപ്പോൾ പെൺകുട്ടി ഇല്ലാത്ത സങ്കടം തീർത്തത് ചേട്ടന്മാരുടെ പെൺകുഞ്ഞുങ്ങളെ സ്നേഹിച്ചാണ്, അവരുടെ കുറുമ്പുകൾക്ക് കൂട്ടുനിന്നാണ്. അതുകൊണ്ട് ആ ചേട്ടന്മാരുടെ 3 പെൺകുട്ടികൾക്കും പ്രിയം അവരുടെ നീളമ്മയും മഹിയച്ഛനെയാണ്. നീള, ഞങ്ങളുടെ മക്കളെ നന്നായി നോക്കിയേക്കണം കേട്ടോ, അതോ നീ അമ്മായിമ്മ പോലെ എടുക്കുമോ? നിളയോട് ചേട്ടന്മാർ ചോദിച്ചപ്പോൾ അവരുടെ ഭാര്യമാർ വന്ന് പറഞ്ഞു, നിങ്ങളുടെ അനിയത്തി എന്തായാലും അമ്മായിമ്മ പോലൊന്നും എടുക്കില്ല. പക്ഷേ നമ്മുടെ മക്കള് അവളെ മരുമക്കൾ പോലെ എടുത്ത് വട്ടാക്കാതിരുന്നാൽ മതി. അവരെ പുന്നാരിച്ച് വഷളാക്കിയതും ഈ നിള തന്നെയാണല്ലോ. നിളമോളെ, നീ തന്നെ സഹിച്ചോ. നിളമ്മ എന്നൊരു കോറസാണ് പിന്നെ കേട്ട നിള അവർ 3 പേരെയും ചേർത്ത് പിടിച്ചു. അത് കണ്ടുവന്ന മഹിയും മക്കളും അവിടേക്ക് വന്നു. മഹിയെ കണ്ടതും 3 പെൺകുട്ടികളും ചേർന്ന് നിളയെ ചേർത്ത് പിടിച്ച് മഹിക്കരികിലേക്ക് പോയി മഹിയെ കെട്ടിപ്പിടിച്ചു നിന്നു. അപ്പോൾ നിളയുടെ ചേട്ടന്മാർ, നമ്മുടെ മക്കളെ ഇവരാണല്ലോ, ആൺമക്കളെ കെട്ടിപ്പിടിച്ചു. നിളയുടെയും മഹിയുടെയും മക്കളായ ആദവും ആദിയും ആദിത്യയും അവർക്ക് പ്രിയം നിളയുടെ ചേട്ടന്മാരെയും അവളുടെ ചേട്ടത്തിമാരെയും തന്നെയാണ്. അവർക്കെല്ലാം അവരാണ്. ഇതെല്ലാം കണ്ട് മുത്തശ്ശിമാരും എല്ലാം കണ്ട് പുഞ്ചിരിച്ചു. നിള അവളുടെ 3 ചേട്ടന്മാർക്കും നിളയുടെ 3 ചേട്ടന്മാർക്കും ഓരോ പെൺകുട്ടികളാണ് ഉണ്ടായത്. 3 സുന്ദരി കുട്ടികൾ, നിത്യ, മിഥ്യ, ദീത്യ. നിളയുടെയും മഹിയുടെയും 3 ആൺമക്കളായ ആദം ദേവ്, ആദിദേവ്, ആദിത്യദേവ് എന്നിവരാണ് ഈ 3 പെൺകുട്ടികളെയും വിവാഹം കഴിക്കുന്നത്. ഇന്നായിരുന്നു ആ വിവാഹം. പിന്നെ എല്ലാവരും കൂടി തൊട്ടടുത്തായിട്ടാണ് താമസിക്കുന്നത്. വിവാഹത്തെ സംബന്ധിച്ച് പുറമേക്ക് എല്ലാം വീട്ടുകാർ തീരുമാനിച്ച വിവാഹമാണെങ്കിലും വീട്ടുകാർ അറിയാതെ അവർ പ്രണയത്തിലായിരുന്നു എന്നത് മറ്റൊരു തുണിയില്ലാത്ത സത്യം തന്നെയാണ്. അങ്ങനെ പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ദിനത്തിൽ അവരെല്ലാം സന്തോഷത്തോടെ സമാധാനത്തോടെ ആ വീട്ടിലേക്ക് നമ്മുടെ 3 പെൺകുട്ടികളും വലതുകാൽ വെച്ച് കയറി. അവരോടൊപ്പം എല്ലാവരും ചേർന്നു മധുരം കൊടുത്ത് അവരെ മുറിയിലേക്ക് ഫ്രഷ് ആകുവാനായി വിട്ടിട്ട് നിളയും മഹിയും ചേട്ടന്മാരും എല്ലാവരും അടുത്തടുത്തായിരുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു. ഒരു അനിയനെ പോലെ നിളയുടെ ചേട്ടന്മാർ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് എന്നും സന്തോഷം തന്നെയാണ്. അപ്പോഴാണ് പെട്ടെന്ന് 3 എണ്ണത്തിൻ്റെ ഒരു കരച്ചിൽ കേൾക്കുന്നത്. പെൺകുട്ടികൾ കരഞ്ഞു വിളിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. നീളമ്മ. അവരുടെ കരച്ചിൽ കേട്ട് സങ്കടത്തോടെ അവരെ നിള ചേർത്ത് പിടിച്ചു. നീളമ്മയുടെ മക്കൾക്ക് എന്തു പറ്റി? അവരെ ചേർത്ത് പിടിച്ച് നീള ചോദിച്ചതും അവർ പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ആൺപടകൾ ആദവും ആദിത്യവും വന്ന് അവരെ സ്വന്തം ഭാര്യമാരെ ഓരോരുത്തരായി തൂക്കിയെടുത്തു കൊണ്ടുപോയി. അവിടെ സംഭവിച്ചത് പറഞ്ഞാലേ ആ ചെറുക്കന്മാരുടെ മാനം പോകുമെന്ന് അവർക്കറിയാം. കാരണം ആർത്തി ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയം നമ്മുടെ ചെക്കന്മാർക്ക് 3 അവരുടെ പോക്ക് കണ്ട് എല്ലാവരും ചിരിയോടെ നിന്നു. മഹി നിളയെ ചേർത്ത് പിടിച്ച് നെറുകിൽ മുത്തി. അവരുടെ നിലയ്ക്കാത്ത പ്രണയം. ബാക്കി എല്ലാവരും നോക്കി നിന്നു. അളിയോ എന്ന ഏട്ടന്മാരുടെ നോട്ടത്തിൽ എൻ്റെ സ്വന്തമാ, ഞാൻ ഇനി ഉമ്മയ്ക്കും എന്ന ഭാവത്തിൽ വീണ്ടും നിളയെ ചേർത്ത് പിടിച്ച് മഹി നെറുകിൽ മുത്തി, കവിളിൽ മുത്തി. അവരുടെ നിലയ്ക്കാത്ത പ്രണയം കണ്ട് മഹിയെ അവരുടെ അനിയത്തിക്ക് ലഭിച്ചതിൽ ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു. ഒപ്പം അവരും അവരുടെ ഭാര്യമാരുമായി മഹിയെയും നിളയും ചേർത്ത് പിടിച്ചു നിന്നു.